എന്തുകൊണ്ടാകാം രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് ആഴത്തിലിറങ്ങി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നമുക്ക് ഭീകരത കുറച്ച് കൂടുതൽ കിട്ടും. അതായത് പേടിപ്പെടുത്തുന്ന സീനുകളിൽ നമുക്ക് കൃത്യമായ പേടി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ ഹൊറർ മൂവികൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പുതിയ കാലഘട്ടത്തിലുള്ള പുതിയ സിനിമകൾ കാണുമ്പോൾ very വ്യത്യാസമുണ്ട്. അതെ. പിന്നെ രണ്ടാമത്തെ കാര്യം, സിനിമ പഴയ കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് സിഫിയ ടോണിലേക്ക് മാറ്റും, ചിലപ്പോൾ അതൊരു ബ്ലൂ ടോണിലേക്ക് മാറ്റും, ചിലപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റും. അങ്ങനെ പല രീതിയിലാണ് പഴയ കാലഘട്ടം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തെക്കുറിച്ച് കാണിക്കുന്ന ഒരു സിനിമയിൽ ഒരിക്കലും ഇങ്ങനെ കളർഫുൾ ആയിട്ട് കാണിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കാനാവാം ഒരു പക്ഷേ രാഹുൽ സദാശിവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പിന്നെ മൂന്നാമത്തെ കാര്യമായിട്ടുള്ളത്, ഈ ഒരു സിനിമ ഒരു ഡയറക്ടർ മൂവിയാണ്. ഡയറക്ടറുടെ ചോയ്സ് ആണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കണമെന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു വിഷൻ ഉണ്ടാകും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ സിനിമ കാണിച്ചാൽ അത് നന്നാവും. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ ഒരു നാലാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, സിനിമയുടെ ഒരു മേക്കപ്പ് ആണ്. മേക്കപ്പ് എന്ന് പറയുന്ന സാധനം വലിയ രീതിയിലൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രക്തത്തിന്റെ ഒരു സീന് കാണുകയാണെന്നുണ്ടെങ്കിൽ രക്തം നമുക്ക് ചുവന്ന കളറിൽ തന്നെ തേക്കേണ്ടി വരും, അല്ലെ? അങ്ങനെ മുഖത്തൊരു പാടൊക്കെ വേണമെങ്കിൽ. പക്ഷെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആകുമ്പോൾ അത് ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് കാണുക, അല്ലെ? അപ്പോൾ ബ്ലാക്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, ബ്ലഡ് ഉണ്ടാക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ചെറിയ പൊട്ടത്തരാവും, ചിലപ്പോൾ നല്ലതാവാം. മേക്കപ്പ് വലിയ രീതിയിൽ വേണ്ട എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഭീകരത തരാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമക്ക് കഴിയും. പഴയകാല ഹൊറർ മൂവികൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിക്ക് പേടിപ്പെടുത്തുന്ന കുറേ സാധനങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നുകൂടി കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് കൂടുതലാണ്. പിന്നെ ഡെപ്ത്, ഒരു സിനിമ കാണുമ്പോൾ ഒരു ഡെപ്ത് ഓഫ് ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി തന്നെ വേണം. പിന്നെ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ പല രീതിയിലുള്ള ക്യാമറകളുണ്ട്. 12K റെസൊല്യൂഷനിൽ വരെ സിനിമകൾ എടുക്കുന്നു, ഐമാക്സ് ക്യാമറയിൽ സിനിമ എടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്യാമറകളും ഇവിടെ ഉണ്ട്. എന്നാലും ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ പുതിയ കാലഘട്ടത്തിലുള്ള സിനിമകൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പുതിയ കളർ ടോണിൽ വരുന്ന സിനിമകൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഡെപ്ത്, അത് തന്നെയാണ് ഒരു പ്രത്യേകത. ഓക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യുമ്പോഴും ഒരു കളർ സിനിമ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു സിനിമ ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും പുതിയ കാലഘട്ടത്തിലെ ക്യാമറയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പുതിയ കാലഘട്ടത്തിലെ സ്വിച്ച് ഇട്ട് ആവശ്യമുള്ളത് അപ്പം തന്നെ കണ്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ക്യാമറകൾ. പഴയ കാലഘട്ടത്തിൽ കൃത്യമായി പകർത്തിയെടുക്കണമെങ്കിൽ പണ്ടത്തെ ക്യാമറ ഉപയോഗിക്കുന്നതിന് വേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുന്ന ക്യാമറകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡെപ്ത് ഉണ്ടായിരിക്കും. അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഉപയോഗിക്കുന്ന ആള്, ക്യാമറമാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു സിനിമ ഉപയോഗിച്ചത് പുതിയ കാലഘട്ടത്തിലെ പുതിയ കളർ ക്യാമറയിൽ തന്നെയാണ് എങ്കിൽ ആ ഒരു സിനിമ കളർ ഗ്രേഡ് ചെയ്യുന്ന ആളുടെ ബുദ്ധിമുട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കലും പുതിയ കാലഘട്ടത്തിലെ പുതിയ സിനിമകളെ അല്ലെങ്കിൽ കളർ സിനിമകളെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നതിന് പോലെയല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഗ്രേഡ് ചെയ്യുമ്പോൾ. കാരണം ഓരോ ടോണിനെയും കൃത്യമായിട്ട് ലൈറ്റിങ്ങിനെയും മറ്റുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ കഴിയാത്തൊരു സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരിക്കും. കളറിൽ നമ്മൾ പെട്ടെന്ന് വേരിയേഷൻ കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൃത്യമായിട്ട് ഒരേ സീനിന്റെ ഒരു ഇന്റർ കട്ടും അതേപോലെ ആ ഒരു സീനിലേക്ക് വരുമ്പോഴുമുള്ള സീനുകൾ തമ്മിൽ വളരെ വലിയ അന്തരമുണ്ടാകും. അത് കൃത്യമായി ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വേണം. അപ്പം കളർ ഗ്രേഡ് ചെയ്യാൻ ആ ഒരു സിനിമക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അത് ചെയ്ത ആൾ ആരാണെന്ന് അറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് അറിയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ ഒരു സിനിമ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന്റെ തീവ്രത അത് മനുഷ്യനിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഇനി ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ഓരോ ക്യാരക്ടറെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിച്ച ആളുകൾ എന്ന രീതിയിലാണ്. അതും ഭ്രമയുഗത്തിന് മാത്രം കിട്ടുന്ന
ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. രാഹുൽ സദാശിവൻ ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി ആ മനസ്സിലേക്ക് അത് ഉറപ്പിച്ചിട്ടുണ്ടാവും. അതൊരു ബ്രില്യൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ കാലഘട്ടത്തിലെ കളർഫുൾ സിനിമകളുടെ ഇടയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുന്നു. സിനിമ സംസാരിക്കുന്ന വിഷയം ഹൊററാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി വരുമ്പോൾ സത്യം പറയുകയെന്നുണ്ടെങ്കിൽ മലയാളികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ആ ക്യാരക്ടേഴ്സ് പതിഞ്ഞിരിക്കും. അതിനുവേണ്ടി തന്നെയാകാം ഒരുപക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിരഞ്ഞെടുത്തത്. അപ്പോൾ പഴയ കാലഘട്ടം പറയുന്നതിനും കൂടുതൽ പേടിപ്പെടുത്തുന്ന സിനിമകളിലെ സീനുകളെ തീവ്രത നമ്മളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പതിയാനും അതിനോടുകൂടി ഭ്രമയുഗം എന്ന പേര് മനുഷ്യ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാനും വേണ്ടിയാണ് രാഹുൽ സദാശിവൻ ആ ഒരു പേരും ആ ഒരു കളർ ടോണും തിരഞ്ഞെടുത്തത്.